Hi all, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധിക്കാലമാണല്ലോ, അപ്പം നമ്മൾ ഗ്രാമർ പഠിക്കാൻ തുടങ്ങുകയാണ്. എന്നിരുന്നാലും ഗ്രാമർ പേഴ്സണലായി പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പേഴ്സണലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സെഗ്മെൻറ്റായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗ്രാമറിൻ്റെ തുടക്കം കുറിച്ചു. അങ്ങനെ ഗ്രാമർ എന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. ഒരു ഭാഷ നന്നായി സംസാരിക്കാനും അതേപോലെ തന്നെ എഴുതാനും സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഗ്രാമർ. ഗ്രാമർ പഠിക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്നത് വാക്കുകളെ തരംതിരിക്കലാണ്. വാക്കുകളെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. ഇപ്പോൾ ഗ്രാമർ പഠിക്കുന്ന ആൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചാണ്. പാർട്സ് ഓഫ് സ്പീച്ച് അറിയുന്ന ആൾക്ക് ഗ്രാമർ അറിയാം എന്ന് പറയാം. അപ്പോൾ എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? 8 എണ്ണം. അത് നമ്മൾ ഓരോന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ആദ്യത്താണ് നൗൺ. ഇപ്പം നൗൺ മുതൽ ഏറ്റവും അവസാനത്തെ ഇൻ്റർജെക്ഷൻ വരെ നൗൺ, പ്രൊനൗൺ, ആഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ, ഇത്രയുമാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നൗൺ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യത്തെ നൗൺ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. റാണി കെയിം ഫ്രം പാലക്കാട്. പേരിനെ സൂചിപ്പിക്കുന്ന എല്ലാ പദങ്ങളെയും നമ്മൾ നൗൺ എന്ന് പറയും. അപ്പോൾ നോക്കാം. റാണി എന്ന് പറയുന്നതും പാലക്കാട് എന്ന് പറയുന്നതും. റാണി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം പേരാണ്. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സ്വന്തം പേരിനെ നമ്മൾ പ്രോപ്പർ നൗൺ എന്നാണ് പറയുക. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ, വ്യക്തിയുടെ, സ്ഥലത്തിൻ്റെ മാത്രം പേര്. അതിന് സ്വന്തമായിട്ടൊരു പേരുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പാലക്കാട് ഒരു ടൗണാണ്, ഒരു സിറ്റിയാണ്. അപ്പോൾ സിറ്റി എന്നതിന് പകരം നമ്മൾ ആ സിറ്റിയുടെ പേരെടുത്ത് പറഞ്ഞു, അപ്പോൾ അത് പ്രോപ്പർ നൗൺ. റാണി നമ്മളൊരു ലേഡി ആയിട്ടോ ഒരു ടീച്ചറായിട്ടോ ഒരു വുമണായിട്ടോ അതല്ല ഒരു മദറായിട്ടോ സിസ്റ്ററായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ റാണി അങ്ങനെ ഒരു നമുക്ക് റാണി അവൻ്റെ സഹോദരിയാണ്, അവൻ്റെ അമ്മയാണ്, ഇങ്ങനെയൊക്കെ വരില്ലേ. അപ്പോൾ നോക്കാം. റാണി എന്നതൊരു വ്യക്തിയുടെ സ്വന്തം പേരാണ്. അപ്പോൾ നോക്കാം. പ്രോപ്പർ നൗൺ വൺസ് ഓൺ. ഓൺ എന്നുള്ളതാണ് സ്വന്തമായിട്ടുള്ള പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. അപ്പം നമുക്ക് ഇവിടെ നൗണെല്ലാം നൗണാണ്. നോക്കാം. ടീച്ചർ ഹെൽപ്പ് ദ ഗേൾസ്. അപ്പോൾ ടീച്ചർ എന്നത് നൗണാണ്, ഗേൾസ് എന്നത് നൗണാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് റാണി എന്നത് ഒരാളുടെ സ്വന്തം പേര് വന്നതുപോലെ ടീച്ചർ എന്നത് പൊതുവെ പറയുന്ന പേരാണ്. ഒരു വ്യക്തിക്കോ വസ്തുവിനോ സ്ഥലത്തിനോ പൊതുവായി പറയുന്ന പേരുകളെ, കോമൺ ആയിട്ട് പറയുന്ന പേരുകളെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. അപ്പോൾ നോക്കാം. ഗേൾസ് എന്ന് പറയുമ്പോൾ അത് ഗേൾ എന്ന പദം കോമൺ ആണ്, ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഒരു വ്യക്തിക്കും വസ്തുവിനും സ്ഥലത്തിനും കോമൺ ആയി പറയുന്ന എല്ലാ പേരുകളെയും നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. അപ്പോൾ ടീച്ചർ ഹെൽപ്പ് ദ ഗേൾസ്. അപ്പോൾ നമ്മളിതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. അടുത്തത് ആർമി വാച്ച്ഡ് ദ ക്രൗഡ്. ആർമി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഒരു കൂട്ടമാണ്. ആർമി പട്ടാളക്കാരുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സൈന്യം എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ആർമി വാച്ച് ദ ക്രൗഡ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം. ഇത് രണ്ടും കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്നു, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു. ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന എല്ലാം നമ്മൾ കളക്റ്റീവ് നൗൺ എന്നാണ് പറയുക. ഇപ്പോൾ ടീം, അസംബ്ലി, റെജിമെൻറ്റ്, ബറ്റാലിയൻ, ഇങ്ങനെയെല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പേരുകളുടെ, വ്യക്തികളുടെ അല്ലെങ്കിൽ എന്തിൻ്റെയോ ആവട്ടെ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതെല്ലാം, ടീം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ എന്ത് പറയുന്നു? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നു. അടുത്ത് നോക്കുക. അലൂമിനിയം ഈസ് ആസ് യൂസ്ഫുൾ ആസ് അയേൺ. അലൂമിനിയം ഇരുമ്പ് പോലെ നോക്കാം പ്രയോജനപ്രദമായ ഒന്നാണ് അല്ലേ. അപ്പോൾ നോക്കാം. അലൂമിനിയം ഈസ് ആസ് യൂസ്ഫുൾ ആസ് അയേൺ. അപ്പോൾ നോക്കാം. ഇരുമ്പ് പോലെ പ്രയോജനപ്രദമായ ഒരു സംഗതിയാണെന്ത്? ഇരുമ്പ് പോലെ പ്രയോജനപ്രദമായ ഒരു വസ്തുവാണ് അലൂമിനിയവും. അപ്പോൾ നോക്കാം. അലുമിനിയം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ, ഒരു മെറ്റീരിയലിൻ്റെ പേരാണ്. അയേൺ ഒരു മെറ്റീരിയലിൻ്റെ പേരാണ്. അപ്പോൾ ഇതിനെന്താ പറയുക? മെറ്റീരിയൽ നൗൺ എന്നാണ് പറയുക. അപ്പോൾ സിൽവർ, ഗോൾഡ്, ബ്രോൺസ്, അങ്ങനെ പ്ലാറ്റിനം എന്തോ ആവട്ടെ, അതിനെല്ലാം മെറ്റീരിയൽസിൻ്റെ പേരാണ് വരുന്നത്. അടുത്തത് ഫിസിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മാറ്റർ ആൻഡ് എനർജി. ഇവിടെ നമുക്ക് ഫിസിക്സ് എന്നും അതുപോലെ നോക്കാം എനർജി എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ, ഇതൊക്കെ പേര് തന്നെയാണ്. അപ്പോൾ നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഫിസിക്സ് എന്ന് പറയുമ്പോഴും ഒരു അബ്സ്ട്രാക്റ്റ് നൗണാണ്. അതായത് നമുക്ക്
എന്താ പറയുക, ഇത് ആശയത്തെയോ അല്ലെങ്കിൽ ഒരവസ്ഥയെയോ ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേരുകളെ സൂചിപ്പിക്കുന്ന പദമാണ് നൗണാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്, അതായത് അമൂർത്തമായത്, നമുക്ക് തൊട്ട് നോക്കാനോ സ്പർശിച്ച് അറിയാനൊന്നും പറ്റാത്ത. ഫിസിക്സ് എന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നു. ഫിസിക്സ് എന്നത് ഒരു ശാസ്ത്ര ശാഖയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് അങ്ങനെ തൊട്ട് നോക്കാനോ സ്പർശിച്ചറിയാനോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഫോം, ഒരു സോളിഡ് ഫോം അതിനില്ല. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത്, പോയം എന്ന് പറയുന്നത്, ഡ്രാമ എന്ന് പറയുന്നത് ഒക്കെ പേരുകളാണെങ്കിലും ഇത്തരം പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം ദയ, കൈൻഡ്നെസ്, ലവ്, സ്നേഹം, ഹേറ്റ്രഡ്, വെറുപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥകളോ ഇത്തരം ശാസ്ത്ര സാഹിത്യ ഗ്രന്ഥങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗണിൻ്റെ കൂട്ടത്തിലാണ് വരിക. അപ്പോൾ ഫിസിക്സും എനർജിയും ഒക്കെ ഉണ്ട് എന്നല്ല, നമുക്ക് അത് നേരിട്ട് കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അമൂർത്തമായ സത്യങ്ങൾ, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതിനെല്ലാം നോക്കാം. ഫിസിക്സ്, ഇവിടെ നമുക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബോട്ടണിയോ സുവോളജിയോ എന്ത് വേണമെങ്കിലും, അനാറ്റമിയോ എല്ലാം പറയാം. പക്ഷേ അതൊന്നും എന്തില്ല, അങ്ങനെ പറയുമ്പം നമുക്ക് ഗോൾഡ് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരേപോലത്തെ ഒന്നും വരില്ല. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്ക് ഏകദേശം ഒരു മഞ്ഞ നിറമുള്ള ഒരു പദാർത്ഥത്തെ, ഒരു വസ്തുവിനെ നമുക്ക്, അല്ലെങ്കിൽ ഒരു മാലയൊക്കെ എല്ലാവരും മനസ്സിലും വരും. പക്ഷേ ഫിസിക്സ് എന്ന് പറയുമ്പം പലരും പല ക്ലാസ്സുകളിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്കോ പഠിപ്പിച്ച ആളെയൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് നൗണിലുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാ ഭാഗങ്ങളും നോക്കുക. പേരുകൾക്ക് സ്വന്തം പേരുകൾ പറയുന്ന വസ്തുവിൻ്റെയും വ്യക്തിയുടെയും സ്ഥലത്തിൻ്റെയും സ്വന്തം പേരാണ് പറയുന്നതെങ്കിൽ അത് പ്രോപ്പർ നൗണെന്നും, വസ്തു വ്യക്തി സ്ഥലത്തിന് പൊതുവെ പറയുന്ന പേരിനെ കോമൺ നൗണെന്നും, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന എല്ലാ നാമങ്ങളെയും നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നു. പദാർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന എല്ലാം മെറ്റീരിയൽ നൗൺ. യഥാർത്ഥമായത്, അതായത് നമുക്ക് രൂപമില്ലാത്ത പല സംഗതികളും നമ്മൾ പറയുന്നു. ശാസ്ത്ര സാഹിത്യ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേരുകൾ, നമുക്കങ്ങനെ പേരുകൾ മാത്രമേ ഉള്ളൂ. ആ പേരുകൾ നമുക്ക് എന്താ പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വസ്തു സ്വന്തമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ എക്സാമ്പിൾസ് മനസ്സിലോർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ പറയുക. അതേപോലെ തന്നെ കൈൻഡ്നെസ്, ദയ, അല്ലെങ്കിൽ ആങ്കർ, ദേഷ്യം, അതേപോലെ തേഴ്സ്റ്റ്, ദാഹം, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ആബ്സ്ട്രാക്റ്റായിട്ട് ഒരു ആശയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെല്ലാം നൗണാണ്, എല്ലാം നൗണാണ്. പക്ഷേ നൗണിനെ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് പുതിയൊരു സെഗ്മെൻറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ഗ്രാമർ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.